റോമിലെ ഒരു ലൈബ്രറിയിൽ ആരും അറിയാതെ ഇരുന്നിരുന്ന ഒരു പുസ്തകം, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പുസ്തകം. 1912 ഈ പുസ്തകം പോളിഷ് ബുക്ക് ഡീലറായിരുന്ന വിൽഫ്രിഡ് വോയ്നിച്ച് കണ്ടെത്തി. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സിംബലുകളും വിചിത്രമായിട്ടുള്ള ചിത്രങ്ങളും ഒട്ടും പരിചയമില്ലാത്ത ഭാഷയും കൊണ്ട് എഴുതിയ ഈ പുസ്തകം സ്വന്തമാക്കണമെന്ന് തീരുമാനിച്ച വോയ്നിച്ച് എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് വില കൊടുത്ത് ലൈബ്രറിയിൽ നിന്ന് ഈ പുസ്തകം സ്വന്തമാക്കുന്നു. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, ഭൂമിയിലില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചെടികളുടെയും ആസ്ട്രോണമിക്കൽ ചാർട്ടുകൾ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിംബലുകളും ഒക്കെയുള്ള ഫോർഗോട്ടൻ ലാംഗ്വേജുകളിലെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഭാഷയിൽ എഴുതിയ ഈ പുസ്തകം ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ഇതിനെ തുടർന്ന് നാഥനില്ലാതിരുന്ന ഈ പുസ്തകത്തിനെ ജനങ്ങളിലേക്ക് എത്തിച്ച വിൽഫ്രിഡ് വോയ്നിച്ചിന്റെ പേര് തന്നെ ഈ പുസ്തകത്തിന് പിന്നീട് കൊടുക്കുകയും ചെയ്തു, വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. ഒരുപാട് എക്സ്പെർട്ടുകൾ ഇത് ക്രാക്ക് ചെയ്യാൻ നോക്കി, കഴിഞ്ഞില്ല. ഭാഷാ ശാസ്ത്രജ്ഞന്മാർ, ക്രിപ്റ്റോഗ്രാഫേഴ്സ്, എന്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ട്രൈ ചെയ്തിട്ടും ഇതിന്റെ സീക്രട്ടുകൾ അധികം റിവീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു മെഡിക്കൽ ഗൈഡ് ആണെന്നുള്ള സജഷൻസ് വന്നു, ഏലിയൻസിന്റെ വർക്ക് ആണെന്നുള്ള സജഷൻസ് വന്നു, ഇതൊരു പ്രാങ്ക് ആയിരുന്നെന്നും ആരുടെയൊക്കെയോ തട്ടിപ്പായിരുന്നെന്നും സജഷൻസ് വന്നു. എല്ലാ തിയറികളും ഡിബേറ്റിലേക്ക് വഴിവെക്കുന്നുണ്ടെന്നല്ലാതെ, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെന്നല്ലാതെ കൂടുതൽ പ്രോഗ്രസ്സുകളൊന്നും തന്നെ ഉണ്ടായില്ല. ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കുന്നു കരുതിയിട്ട് യേൽ യൂണിവേഴ്സിറ്റിയിലെ ബൈനക്കി ലൈബ്രറിയിൽ ഇതിപ്പോൾ വെറുതെ ഇരിക്കുന്നുണ്ട്.